പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അന്നമ്മ ജോസഫ്, കാവാലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ അജോമോൻ ജോസഫ്, അത് അനിറ്റ, മകൻ്റെ 3 മക്കൾ എയ്ഡൻ, അഡോൺ, ആൻഡൻ. ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ 18 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന അറിയാതെ ഉറക്കത്തിൽ യൂറിൻ ലീക്ക് ചെയ്യുന്ന അവസ്ഥ, പരിശുദ്ധ അമ്മ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു ഒരു സോഫ്റ്റ് കൈ വന്ന് എൻ്റെ കയ്യിൽ സ്പർശിച്ചു. അതിനുശേഷം ഞാൻ 1 മാസം 760 രൂപയുടെ ഗുളികയായിരുന്നു അതിന് കഴിച്ചുകൊണ്ടിരുന്നത്. ആ രോഗം എന്നെ പൂർണ്ണമായി മാറ്റി. ഉടമ്പടി തൈലവും ഉപ്പും, വെഞ്ചരിച്ച ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തേച്ച് വയറിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ രോഗത്തിൽ നിന്നും ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. രണ്ടാമത് എൻ്റെ കൊച്ചുമോൻ എയ്ഡൻ അജോമോൻ ജോസഫ്, ഇവന് 9 മാസമായി ഇവൻ്റെ തലമുടി ഇങ്ങനെ മുറിഞ്ഞു പോയി. തലയുടെ ബാക്ക് ഭാഗം മുഴുവൻ ഇങ്ങനെ വെളുത്തു, ഒട്ടും തലമുടി ഇല്ലാതെയായി, പുരികം പൊഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ UK ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് നടുവ് ഞാൻ ഉടമ്പടി തൈലം കുഞ്ഞിനെ തലയിൽ 2 നേരവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ അച്ഛനെ കണ്ട് അതിനുശേഷം 3-ാം ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ തലയിലെ തലമുടി കിളിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ, ഞാനിവിടെ വരുമ്പം വന്ന് സാക്ഷ്യം പറയാം. അപ്പോൾ കുഞ്ഞ് കൂടെ ഇല്ലാത്ത കാരണം സാക്ഷ്യം പറയിച്ചില്ല, ഇവിടെ എഴുതി കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തലമുടി അന്ന് ഞങ്ങൾ പോരുന്നതിന് മുൻപേ തന്നെ വെട്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഈ പുറകു ഭാഗം മൊത്തം തലമുടി പോയി, ഫോട്ടോയുണ്ട് കയ്യിൽ. അതുപോലെ പിരികവും പൊഴിഞ്ഞു. കുഞ്ഞിന് തന്നെ വിഷമമായിരുന്നു. 2 നേരവും പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ്റെ തലയിൽ വെഞ്ചരിച്ച ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ 3-ാമത്തെ സാക്ഷ്യം എൻ്റെ മകള് അനീറ്റയ്ക്ക് ഈ 2-ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി 2-ാം മാസം മുതൽ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ മൂക്കിൽ ദശ വളർന്നിരിക്കുവാണ്. ഒരു തരത്തിൽ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 4 മാസമായപ്പോൾ മൂക്കിൻ്റെ അവിടെ മാത്രമുള്ളത് മുറിച്ച് മാറ്റി. ബാക്കി ഭാഗം ഡെലിവറി കഴിഞ്ഞ് 6 മാസമാകുമ്പോൾ നമുക്ക് സർജറി ചെയ്ത് പൂർണ്ണമായി എടുത്തു മാറ്റാം എന്നും പറഞ്ഞ് അന്ന് വിട്ടു. അതിനുശേഷം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ മൂക്കിൽ തേച്ച് പ്രാർത്ഥിക്കുകയും മകളും അവിടെ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 6 മാസത്തിന് ശേഷം പരിശോധന MRI എടുത്തപ്പോൾ അവിടെ യാതൊരു ആ ദശ വളർന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയും ദൈവകുമാരനും പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് സൗഖ്യം അതുപോലെ തന്നെ എൻ്റെ മകൻ അജോമോൻ ജോസഫ്, അവന് UK ജോലി ചെയ്യുന്നത്. 2 പേര് നേഴ്സുമാരാണ്. അപ്പോൾ അവിടെ NHS ജോലിക്ക്, ഗവൺമെൻറ് ജോലിക്ക് കയറുവാൻ വേണ്ടി OSCE പരീക്ഷയും CVT എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അതുപോലെ തന്നെ മകൻ ഒരു ഭവനത്തിന് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ആ ഭവനം 1 വർഷമായി ഒരു ഭവനം കണ്ടിരുന്നു. പക്ഷേ അത് മാറിപ്പോയപ്പോൾ ഞാൻ സങ്കടപ്പെട്ട അമ്മയോട് ചോദിച്ചു, അമ്മേ മക്കളുടെ ഭവനം എവിടെയാണ് അമ്മയെന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഉത്തരം പറഞ്ഞു, ഈശോ അവർ താമസിക്കുന്നിടത്ത് തന്നെയാണ് അവരുടെ ഭവനം. ഒരാഴ്ചയ്ക്ക് ശേഷം താമസിച്ചതിൻ്റെ തൊട്ടരികിൽ തന്നെ വേറൊരു വീട് കൊടുത്ത് വീട് കണ്ടു. അതിപ്പോൾ അവർ മേടിച്ച് അതിൻ്റെ താക്കോലുമായിട്ടാണ് ഇന്നിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ധാരാളമായി അനുഗ്രഹങ്ങൾ ഉടമ്പടി തൈലവും തേനും തേച്ച് മറ്റനവധി പേർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാരുണ്യ പ്രവർത്തികളെ ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലും രോഗികളെ സന്ദർശിക്കാൻ ഭവനങ്ങൾ തോറുമാണ് പോകുന്നത്. എല്ലാത്തടത്ത് പോകാൻ എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഭവനങ്ങൾ തോറും നടന്ന് രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് ആവശ്യമായ തുകകൾ നൽകി മരുന്ന് വാങ്ങുവാനും അല്ലാതെയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഉടമ്പടി എടുത്തവരെയൊക്കെ ഗ്രൂപ്പ് കൂട്ടി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാ മാസവും വരും. രാവിലത്തെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പത്രം മേടിച്ച് വീടുകൾ തോറും കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കാറുണ്ട്.
പിന്നെ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ അനവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരവും അതുപോലെ തന്നെ വിശുദ്ധമായ ജീവിതവും. ഇടവകയിലെ മതാധ്യാപികയാണ്. അതുപോലെ തന്നെ മാതൃവേദിയിലും അതുപോലെ 3-ാം സഭയിലും ഒക്കെ പ്രവർത്തിക്കുന്നു. എപ്പോഴും ഈശോയോടുകൂടി ആയിരിക്കുവാനും പിന്നെ ഡെയിലി ബ്രെഡ് 5:30 എല്ലാ ദിവസവും കാണുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും അതുപോലെ സായാഹ്ന പ്രാർത്ഥനയും ഈ 2 നേരവും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഉപയോഗിക്കും. കുഞ്ഞുങ്ങളെയും കുരിശ് വരപ്പിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും രോഗികളാണെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ കൊണ്ടുപോയി അവർക്ക് ഉപ്പും തേനും ഒക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഈ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് അനവധി ആളുകൾക്ക് സൗഖ്യം ലഭിച്ച് പരിശുദ്ധ അമ്മയും ഈശോയും തന്നിട്ടുണ്ട്. അവർ കൂടെ ഇല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ അനുനിമിഷവും എപ്പം ചോദിച്ചാലും സങ്കടപ്പെട്ട് ചോദിച്ചാൽ ഉടനെ ഉത്തരം തരുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനമാണ്. വചനം പറയുന്നത്, ഭയപ്പെടേണ്ട. ഏത് ഭയത്തിലും മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഉടമ്പടി. ഏത് സാഹചര്യത്തിലായാലും ഉറച്ച മനസ്സോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഭയം വിട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നു. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏത് പോരാട്ടമായാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ നമുക്കായി ഇടപെടുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. അന്നമ്മ ജോസഫ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ 18 വർഷത്തോളം ഉണ്ടായിരുന്ന യൂറിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് എല്ലാ മാസവും മരുന്നുകൾ കഴിച്ചിരുന്നു. 18 വർഷമാണ്. അത് പരിശുദ്ധ അമ്മയോട്, കൃപാസനം അമ്മയോട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 18 വർഷം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും ആ രോഗം സൗഖ്യപ്പെടുത്തുകയുമാണ്. അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സ്വപ്നത്തിൽ കാണുകയും അച്ഛന് ആ കണ്ട ദിവസം തൊട്ട് ഇന്ന് വരെ ആ രോഗത്തിൽ നിന്നും മുക്തി നേടി എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. 18 വർഷം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എത്ര വർഷമാണെന്നല്ല അമ്മ നോക്കുന്നത്, നമ്മുടെ വിശ്വാസവും വിശ്വസ്തതയുമാണ്. ഉടമ്പടിയിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇടപെടുന്നത്. 18 വർഷം മരുന്ന് കഴിച്ചിരിക്കാം, പക്ഷെങ്കിൽ ഉടമ്പടിയിൽ അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയാണ് അവരുടെ കുടുംബ പ്രശ്നം ഈശോയിലേക്ക് കൊണ്ടുപോയത്. അന്നും ഇന്നും അമ്മ അത് തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. അമ്മ തന്നെയാണ് ഈ സഹോദരിയുടെ കാര്യവും 18 വർഷം സഹിച്ച് ബുദ്ധിമുട്ടിയ ഒരു വലിയ പ്രശ്നമാണ്. അത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ സുഖപ്പെടുത്തിയത്. പിന്നീട് കൊച്ചുമകൻ്റെ കാര്യമാണ്. തലമുടി പൊട്ടിപ്പോകുന്നു. ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. പിന്നീട് മകളുടെ പ്രഗ്നൻസി പീരീഡിൽ ശ്വാസം മുട്ടൽ, മൂക്കിൽ ദശ വളരുന്ന ഒരു ഗ്രോത്ത്, അതും അവിടെയും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും 6 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോൾ അതും സൗഖ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് മകനുണ്ടായിരുന്ന UK ഓസ്കി എക്സാമാണ്. അവിടെയും മെറിറ്റ് ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയാൽ അതെല്ലാം പാസ്സാവാൻ സാധിക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ആ സാന്നിധ്യമാണ്. ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടാതെ ഇരിക്കാനുമാണ് ദൈവം നമ്മോട് പറയുന്നത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ എന്നാണ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഉറപ്പ് നൽകുന്നത്. ഒരു ഭവനത്തിൻ്റെ കാര്യം ഈ സഹോദരി ഈ അമ്മയോട് ചോദിച്ചത്, ഈശോയെ മകൻ്റെ ഭവനം എവിടെയാണ് എന്നാണ്. ഒരു സാധാരണ ഒരു ചോദ്യം സ്വന്തം അച്ഛനോട് മകൾ ചോദിക്കുന്ന പോലെയാണ്. അതും അവിടെയും വീണ്ടും ഒരു വെളിപ്പെടുത്തലാണ്. തൊട്ടടുത്ത് തന്നെ എന്നൊരു വാക്ക്, ഒരു മെസ്സേജ്. പിന്നെ അവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെ അങ്ങയുടെ ഒരു ഭവനം
പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലാണ്. ശക്തനും ധീരനുമായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. മരിയൻ്റെ ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, ഉടമ്പടി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു ആത്മീയ ബന്ധമാണ്. എല്ലാ ഉടമ്പടിയിൽ ഉടമ്പടിയുടെ ഹൃദയം അനുസരണമാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് മാത്രമാണ് പരിശുദ്ധമ്മ നമ്മോട് പറയുന്നത്. അവൻ്റെ വാക്കുകളനുസരിച്ച് സുവിശേഷത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ കരം പിടിച്ച് ദൈവത്തോടൊപ്പം നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അന്നമ്മ ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.